ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഡിഗ്രി പഠിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളെപ്പോഴും കേൾക്കുന്ന ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഡിസ്കഷനാണ് ഈ ഡിഗ്രി പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, ഡിഗ്രി പഠിച്ചിട്ട് ഒരു ജോലിയും കിട്ടത്തില്ല, ഡിഗ്രി പഠിച്ച് വെറുതെ 3 വർഷം കളയുകയാണ്, ഡിഗ്രി റെലവൻ്റ് ആണ്, ഒരു യൂസും ഇല്ലാത്തൊരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു ക്വാളിഫിക്കേഷനാണ് എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഡിഗ്രി പഠിക്കുന്നതുകൊണ്ട് ഇതുപോലെ ഒരു ഗുണമില്ലേ എന്നുള്ളതിനൊരു മറുപടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ തയ്യാറായത്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയട്ടെ, ഡിഗ്രി പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട്. ഡിഗ്രി ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് എടുത്ത് ആ സബ്ജക്റ്റിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ഇൻഡെപ്തായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാജുവേഷൻ അഥവാ ഡിഗ്രി വെച്ചിരിക്കുന്നത്. പലപ്പോഴും പല വിദ്യാർത്ഥികളും അതിനൊരു ഒബ്ജക്റ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ഡിഗ്രി എടുക്കാം, എല്ലാവരും ചെയ്യുന്ന പരിപാടി ഇതല്ലേ, ഡിഗ്രി വേണമെന്നല്ലേ പറയുന്നത്, അതുകൊണ്ട് ഡിഗ്രി എടുക്കാം എന്ന് ചിന്തിച്ച് ഡിഗ്രി എടുക്കുന്നവരാണ്. അതിന് കോർ പർപ്പസ് എന്താണ് എന്ന് മനസ്സിലാക്കാതെയാണ് അവർ ഡിഗ്രിക്ക് പോകുന്നത്. നിങ്ങൾക്കൊരു കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഒരു കരിയർ ഗോൾ ഉണ്ടായിരിക്കണം. ആ കരിയറിനെ ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന വിഷയങ്ങളിലായിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും ഗ്രാജുവേഷൻ എടുക്കേണ്ടത്. കൊമേഴ്സ് വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ BCom തന്നെ ചെയ്യണം. നിങ്ങൾ BA എക്കണോമിക്സ് എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ BA ഇംഗ്ലീഷ് എടുക്കരുത്, BCom തന്നെ ചെയ്യണം. ബാച്ചിലർ ഓഫ് കൊമേഴ്സ് ആയിരിക്കണം. അക്കൗണ്ടൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അക്കൗണ്ടിങ്ങിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ BCom ചെയ്തിരിക്കണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ആൾക്കാർ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഒന്നുകിൽ കിട്ടുന്ന ഏതെങ്കിലും ഡിഗ്രിക്ക് പോകും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ ഏതാണോ അവൈലബിൾ ആയിട്ട് സീറ്റ് ഉള്ളത് ആ ഡിഗ്രിക്ക് കയറും. അപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് പോകുന്ന സ്ഥലം എവിടെയാണോ അവിടെ പോകും. ഇങ്ങനെ ഡിസിഷൻ എടുത്താൽ തീർച്ചയായിട്ടും ആ ഡിഗ്രി കൊണ്ട് നിങ്ങൾക്ക് ഗുണമൊന്നും ഉണ്ടാവില്ല. നാട്ടിൽ ഈ പറഞ്ഞ് ഡിഗ്രി ചെയ്തിട്ട് പ്രത്യേകിച്ച് ജോലി കിട്ടാതെ നിൽക്കുന്നവരോട് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ഡിഗ്രി പഠിക്കുന്നത് നല്ലതാണ് എന്ന് കരുതി ഡിഗ്രി മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്. ഡിഗ്രി മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ഡിഗ്രിയോടൊപ്പം തന്നെ അഡീഷണൽ സ്കിൽ കോഴ്സസും പ്രൊഫഷണൽ കോഴ്സസും ജോബ് ഓറിയൻറ്റഡ് കോഴ്സസും നിങ്ങൾ ചെയ്യണം. അപ്പോഴാണ് ആ ഡിഗ്രിക്കൂടെ ഒരു മൂല്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ACC എന്ന് പറയുന്ന കോഴ്സ് നിങ്ങൾക്ക് +2 ശേഷം ചെയ്യാം. +2 ശേഷം BCom ഇല്ലാത്തൊരു ACC-കാരനും BCom ഉള്ളൊരു ACC-കാരനും കൂടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും BCom ഉള്ള ACC-കാരനായിരിക്കും പ്രിഫറൻസ് കിട്ടുക, അവനായിരിക്കും ബെറ്റർ ഡെസിഗ്നേഷൻ കിട്ടുക, അയാൾക്കായിരിക്കും ബെറ്റർ പാക്കേജ് കിട്ടുക. രണ്ടുപേരും ACC പാസ്സായിട്ടുണ്ട്, പക്ഷെ അവിടെ ഗ്രാജുവേഷൻ ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ അവർ തീർച്ചയായിട്ടും വാലിഡേറ്റ് ചെയ്യും. അപ്പോൾ ഡിഗ്രി പഠിക്കണം, ഡിഗ്രി മാത്രമേ പഠിക്കാവൂ എന്നല്ല, ഡിഗ്രിയോടൊപ്പം ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കണം. വിത്ത് മിനിമം ടൈം അക്യൂർ മാക്സിമം ക്വാളിഫിക്കേഷൻ, ദാറ്റ് ഷുഡ് ബി യുവർ മോട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒറ്റ സാധനമുള്ളൂ, ദാറ്റ് ഇസ് ടൈം. സമയമാണ് തിരിച്ചു കിട്ടാത്തത്. പല ആൾക്കാരോട് ഞാൻ ഇത് പറയാറുണ്ട്, നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, ഞങ്ങൾക്ക് ഒരേ സമയം ഇതൊക്കെ പഠിക്കാൻ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ, ഒരെണ്ണം തന്നെ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇപ്പം കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ പാടാണ്, അതിൻ്റെ കൂടെ എങ്ങനെയാണ് ഇപ്പോൾ വേറെ കോഴ്സസ് കൂടെ ചെയ്യുക? ഇതൊരു മൈൻഡ് പ്രോബ്ലമാണ്. ഇപ്പോൾ നിങ്ങളൊരു ഡിഗ്രിക്ക് രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങളൊരു ACC അല്ലെങ്കിൽ CMA അല്ലെങ്കിൽ CA ഏതെങ്കിലും കോഴ്സ് ചെയ്യുന്നു. നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഉടനെ പോയിട്ട് പരീക്ഷ എഴുതുകയല്ല. ആ പരീക്ഷ എഴുതുന്നതിന് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റൊക്കെ മുൻകൂട്ടി പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ നമുക്കറിയാം ഏത് സമയം ഏത് മാസം ആകുമ്പോഴാണ് പരീക്ഷ വരുന്നത്. പ്രൊഫഷണൽ കോഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? ഫ്ലെക്സിബിൾ ആണ്, നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് പോയി പരീക്ഷ എഴുതുന്നത്, അല്ലേ? നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് ഈ പ്രാവശ്യം പരീക്ഷ എഴുതണോ വേണ്ടതെന്നൊക്കെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒരു പ്രോപ്പർ പ്ലാനിങ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് അറ്റ് എ ടൈം 2 or 3 കോഴ്സസ് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ട്രൂ. നമ്മൾ ശ്രമിക്കാത്തതുകൊണ്ടാണ്, നമുക്ക് പറ്റും. അപ്പോൾ പരസ്യവാചകങ്ങളൊക്കെ ഉണ്ട്, 21 വയസ്സിൽ ലൈഫ് സെറ്റ്. 21 വയസ്സിൽ ആക്ച്വലി ലൈഫ് സെറ്റ് ആകാൻ പറ്റും, പക്ഷേ പ്രോപ്പർ പ്ലാനിങ് വേണം. നിങ്ങൾക്ക് 3 കോഴ്സ് അറ്റ് എ ടൈം ചെയ്യാം. നിലവിൽ നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഇപ്പോൾ കോളേജിൽ നിങ്ങൾക്ക് ആക്ച്വലി ഡബിൾ ഡിഗ്രിയോടുകൂടി ഇറങ്ങാൻ പറ്റും. ഡിഗ്രിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അതിനും പ്രോപ്പർ പ്ലാനിങ് വേണം. ഇപ്പോൾ BCom ജോയിൻ ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ സയൻസ് സബ്ജക്റ്റ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആർട്സ് സബ്ജക്ട്സ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആർട്സ് സബ്ജക്റ്റോ സയൻസോ എടുക്കുന്ന ആൾക്കാർക്ക് കൊമേഴ്സ് പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇന്നത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം. പക്ഷേ അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എനിക്ക് ഏതൊക്കെ ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് പ്ലാൻ ചെയ്ത് പഠിച്ചാലേ 3 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അല്ലാതെ ചുമ്മാ പോയിട്ട് കോളേജൊക്കെ കണ്ട് അവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും കോപ്പി അടിച്ചൊക്കെ പാസ്സായിട്ട് വന്നിട്ട് ഞാൻ ഡിഗ്രി പാസ്സായി പക്ഷേ എനിക്ക് ജോലിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. യു ഷുഡ് ഹാവ് എൻ ഒബ്ജക്റ്റീവ്. ഒരു കരിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, കരിയർ ഗോൾ ഉണ്ടായിരിക്കണം, വ്യക്തമായ സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടായിരിക്കണം. എങ്ങനെ നമ്മളെ ബ്രാൻഡ് ചെയ്ത് നല്ലൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. സോ കമ്മിങ് ബാക്ക് ടു മൈ പോയിന്റ്, മിനിമം ടൈമിൽ കുറഞ്ഞ സമയം കൊണ്ട് എത്രയൊക്കെ ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ പറ്റുമോ അത്രയും ക്വാളിഫിക്കേഷൻസ് അക്യൂർ ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കരിയറിനെ ബൂസ്റ്റ് ചെയ്യും, നിങ്ങൾക്കത് സാധിക്കുകയും ചെയ്യും. എൻ്റെ ഒരു അറിവിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി CA ഫൗണ്ടേഷൻ്റെ എക്സാം എഴുതുകയാണ്. എനിക്കൊന്ന് 7 or 8 തവണ അറ്റൻഡ് ചെയ്തു. ഏകദേശം 2-2.5 വർഷത്തോളം ആ കുട്ടി CA ഫൗണ്ടേഷൻ എക്സാം അറ്റൻഡ് ചെയ്തു. അത് 2ാമത്തെ തവണ ഫെയിലായ സമയത്ത് ഞാൻ കുട്ടിയോട് പറഞ്ഞിരുന്നു,
മോളെ നീ ബി.കോം കൂടെ ചെയ്തോ, ബി.കോമിൻ്റെ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നാൽ മതി, പരീക്ഷ സമയമൊക്കെ ആവുന്ന സമയത്ത് ഒരു മാസം മുന്നേക്ക് ഇരുന്ന് പഠിച്ചെഴുതിയാൽ മതി, വലിയ പ്രശ്നമില്ല, പാസ് മാർക്കൊന്നും വലിയ സീനല്ല. പക്ഷേ ആ കുട്ടി പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല, ഇതിൻ്റെ കൂടെ മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അതിൻ്റെ പേരൻസിനോട് പറഞ്ഞപ്പോഴും അവരും അതാണ് പറഞ്ഞത്, മോൾ ഇത് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, ഒരെണ്ണത്തിൽ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. കുട്ടി 7-8 അറ്റംപ്റ്റ് എടുത്തു, ഫൗണ്ടേഷൻ പാസ്സായില്ല. ബട്ട് ലാസ്റ്റിലത്തെ അറ്റംപ്റ്റിലേക്കൊക്കെ വന്നപ്പോൾ സിഗ്നിഫിക്കൻ്റ്ലി ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ മാർക്ക് വളരെ കുറവായിരുന്നെങ്കിൽ ലാസ്റ്റിലേക്കൊക്കെ എത്തിയ സമയത്ത് ക്ലോസ് മാർജിൻ ആയിരുന്നു. CND ഒക്കെ അറിയാമല്ലോ, ഗ്രൂപ്പ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അഗ്രഗേറ്റ് മാർക്ക് 200 കിട്ടിയില്ലെങ്കിൽ ഫെയിലാവും, മൊത്തത്തിൽ ഒന്നുകൂടെ എഴുതേണ്ടി വരും. അങ്ങനെ ജസ്റ്റ് മിസ് 5 മാർക്കിനും 10 മാർക്കിനൊക്കെയാണ് ലാസ്റ്റ് അറ്റംപ്റ്റിൽ പോയത്. മേ ബി ഒരു അറ്റംപ്റ്റ് കൂടെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ആവുമായിരിക്കും. ബട്ട് ദ പ്രോബ്ലം ഇസ് 2.5 വർഷം പോയി. ഇപ്പം ആളെന്ത് ചെയ്യുന്നു, ബി.കോം ചെയ്യുന്നുണ്ട്. അത് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ തന്നെ എനിക്കൊന്ന് B.Com+ACC എന്ന് പറഞ്ഞിട്ട് വേറെ കോഴ്സിലേക്ക് ആഡ് ചെയ്ത്, ഇനിയിപ്പോൾ ഇത് CA എഴുതിയിട്ട് കാര്യമില്ല, നമുക്ക് വേറെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഷിഫ്റ്റ് ചെയ്തെടുത്തതാണ്. ബട്ട് ഐ ടോൾഡ് ഹർ ആ ടൈമിൽ 2 വർഷം മുന്നേ ഞാൻ പറഞ്ഞു B.Com അതിൻ്റെ കൂടെ അങ്ങ് ചെയ്തോന്നേ. ഇപ്പോൾ ആ 2 വർഷം പോയില്ലേ. സോ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ഈ സമയം വേസ്റ്റാക്കി കളയരുത്. മാക്സിമം കുറഞ്ഞ വയസ്സിൽ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന അത്ര ക്വാളിഫിക്കേഷൻസ് നേടിയെടുക്കുക. ബാക്കിയെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ സാധനം മാത്രമേ തിരിച്ച് കിട്ടാത്തതായിട്ടുള്ളൂ, ടൈം. ഇപ്പോൾ 22 വയസ്സിൽ നിങ്ങൾക്ക് ഒരു 5 ക്വാളിഫിക്കേഷൻ അക്വയർ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തിനാ അത് 27 വയസ്സ് വരെ നീട്ടി വെക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഉള്ള സമയം മാക്സിമം എഫേർട്ട് ഇട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അക്വയർ മാക്സിമം ക്വാളിഫിക്കേഷൻ. മൈൻഡ് യു, എഡ്യൂക്കേഷൻ വിൽ ഗിവ് യു റെപ്യൂട്ടേഷൻ. നിങ്ങൾക്ക് എത്രയധികം എക്സ്ട്രാ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നിങ്ങൾ എവിടെ പോയാലും അത് നിങ്ങൾക്കൊരു പരിഗണന നൽകും, റെപ്യൂട്ടേഷൻ നൽകും, ആളുകൾക്കിടയിൽ ഒരു മതിപ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോബിന് അപ്ലൈ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നിങ്ങളുടെ കൗണ്ടർ പാർട്സിൽ നിന്ന് നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതിപ്പോൾ ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും സ്കിൽ കോഴ്സസ് ആണെങ്കിലും പ്രൊഫഷണൽ കോഴ്സസ് ആണെങ്കിലും ഏത് കോഴ്സ് ആണെങ്കിലും നിങ്ങളുടെ പേരിനോടൊപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ സ്റ്റാൻഡ് ഔട്ട്. സോ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻ, ഡിഗ്രി ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഡിഗ്രി ചെയ്തിട്ട് കാര്യമുണ്ട്, ഡിഗ്രി ചെയ്യണം, നിർബന്ധമായിട്ട് ചെയ്യണം. അത് നിങ്ങൾ ഏത് പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന ആളാണെങ്കിലും എന്ത് സ്കിൽ കോഴ്സ് പഠിക്കുന്ന ആളാണെങ്കിലും ഇതൊന്നും കാര്യമില്ല എന്ന് പറഞ്ഞ് വിട്ടുകളയേണ്ട ആവശ്യമില്ല. ഡിഗ്രി ചെയ്യുന്നത് തീർച്ചയായിട്ടും ബെനിഫിഷ്യലാണ്. ഓക്കെ. അപ്പോൾ CA പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്കൊന്ന് നിലവിൽ UGC നിയമമുണ്ട്. CA പാസ്സായി കഴിഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷന് തുല്യമാണെന്ന് നിയമം വന്നിട്ടുണ്ട്. പക്ഷേ CA പാസ്സായില്ലെങ്കിലോ, CA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഇൻ്ററിൽ സ്റ്റക്കായി പോയി കഴിഞ്ഞാൽ ആ ഡിഗ്രി B.Com വിത്ത് CA ഇൻ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. That will be the right way to approach these kind of things. So maximum qualifications in minimum time should be your motto. ഒരു കോഴ്സും മോശമല്ല, ഒരു ക്വാളിഫിക്കേഷനും മോശമല്ല. Education is pure gold. So hope this video find useful to you. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. Thank you for watching. Bye.